ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? അറിയില്ലെങ്കിൽ ഈ ഒരു ഷർട്ട് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ ദിവസം ആശാൻ മൂവീൻ്റെ ഇവൻറ്റിൽ മമ്മൂക്ക ഇട്ട ഈ ഷർട്ട് ഭയങ്കര വൈറലായിരുന്നു. ഈ വൈറലായ ഷർട്ട് ഉണ്ടാക്കിയ 2 വനിതാ സംരംഭകരുടെ കടയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഷർട്ടും മമ്മൂക്കയ്ക്ക് ഇതെങ്ങനെ കിട്ടിയെന്നുള്ള വിശേഷങ്ങളൊക്കെ അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മമ്മൂട്ടിൻ്റെ ഷർട്ട് ചെയ്ത 2 പേരാണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്, കൃഷ്ണ ആൻഡ് ഹിബ. എങ്ങനെ ഗൈസ് ഫീൽ ചെയ്യുന്നു? മമ്മൂക്കൻ്റെ ഷർട്ട് ഇട്ട് കഴിഞ്ഞു, എനിക്ക് തോന്നുന്നു ഓവർ ദ മൂൺ ആയിരിക്കുമെന്ന്. ഓവർ ദ മൂൺ തന്നെ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. എന്നാൽ സ്പീച്ച് പറഞ്ഞപ്പം ചിലപ്പോൾ ഇടുമായിരിക്കും എന്നുള്ളൊരു ഉണ്ടായി. പിന്നെ മോർണിംഗിലാണ് നമ്മളിത് ഇട്ടറിഞ്ഞ് ആരൊക്കെ റീലൊക്കെ അയച്ചപ്പോഴാണ് നമ്മൾ ആക്ച്വലി അറിഞ്ഞു, ഓ നമുക്ക് ഇത് ഇട്ടല്ലേ. പിന്നെ നോക്കിയപ്പോൾ നമ്മൾ കുറേ റീല് എല്ലാവരും ഇതന്നെ ഷർട്ടിനെ പറ്റി സംസാരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഓക്കെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. നമുക്ക് മലയാളികൾക്ക് ഇങ്ങനത്തെ സ്റ്റൈലൊന്നും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ മമ്മൂക്ക ഇട്ട് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. എനിക്ക് രാവിലെ ഷാനിക്കാന്ന് റീൽ അയച്ചിരുന്നത്. എങ്ങനെയാണ് നിങ്ങൾ മമ്മൂക്കേൻ്റെ അടുത്ത് ഡ്രസ്സ് എത്തിച്ചത്? ഇല്ല, ഈ ഷർട്ട് നമ്മൾ അവാർഡ് കിട്ടിയപ്പം കൈരളിയുടെ ജ്വാല എന്ന് പറഞ്ഞിട്ടുള്ള യങ് വുമൻ ഓൺട്രപ്രണർ അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ അവാർഡിൻ്റെ സമയത്ത് നമ്മൾ മമ്മൂക്കൊക്കെ സ്റ്റേജിൽ നിന്ന് കൊടുത്തതാണ്. അപ്പം അതിന് മുന്നേ നമ്മളൊരു ഷർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മൂക്കൊക്കെ അത് ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം അന്ന് തന്നെ മമ്മൂക്ക പറഞ്ഞ് എന്തായാലും ഞാൻ ഇടുന്നു പറഞ്ഞു. അപ്പം ഇത്ര പെട്ടെന്ന് ഇടുന്നു നമ്മൾ വിചാരിച്ചില്ല. എനിക്കൊന്ന് കപ്പിൾ ഓഫ് ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ മമ്മൂക്ക ഇട്ടു. പിന്നെ ഞാൻ ഉറങ്ങുന്നിരുന്നു. ഇല്ല, നമ്മൾ അറിഞ്ഞില്ല. അതായത് ഇന്ന് ഈവനിങ് ആണല്ലോ ഇടുന്നത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ മെസ്സേജ് നോക്കിയപ്പോഴാണ് ഷാനിക്കേൻ്റെ മെസ്സേജ് കണ്ട ഒരു റീലിൽ നോക്കുമ്പോഴാണ് നമ്മളെ ഷർട്ട്. അപ്പോഴാണ് രാവിലെ നമ്മൾ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായി ഇതിങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറേ ഓർഡേഴ്സ് വരാൻ തുടങ്ങി, കുറേ കോൾസ് വരാൻ തുടങ്ങി. എല്ലാവർക്കും ഈ ഷർട്ട് ഉണ്ടോയെന്ന് അറിയണോ, ഈ ഷർട്ട് എങ്ങനെയാണെന്ന് അറിയണോ. അങ്ങനെ മമ്മൂക്കയ്ക്ക് തന്നെ പെർട്ടിക്കുലർലി കൊടുക്കണമെന്ന് അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടാണോ, അത് മമ്മൂക്കൻ്റെ സ്റ്റൈൽ ഇഷ്ടമായിട്ടാണോ ആസ് ഡിസൈനേഴ്സ്? അങ്ങനെ നമ്മളിതെന്ന് വെച്ചാൽ നമ്മൾ ഇനീഷ്യലി കൊടുത്ത ഷർട്ട്സ് മമ്മൂക്കനെ മനസ്സിൽ കണ്ടിട്ട് ചെയ്തതായിരുന്നു. 2 ഷർട്ട്സ് നമ്മൾ മതിലുകൾ ഇൻസ്പിറേഷൻ എടുത്തിട്ട് അങ്ങനെ ചെയ്ത് കസ്റ്റം ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇപ്പോൾ പ്രൊഡക്റ്റ് ലൈനിലുണ്ട് അത്. അപ്പം അന്നേരം നമ്മൾ ഫുൾ അത് മൈൻഡ് സെറ്റ് ചെയ്തിട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ ഇതാണെങ്കിലും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും മറ്റേ ഇപ്പം ആ ക്യൂബൻ കോളർ ഷർട്ട്സ് ഭയങ്കരമായിട്ടുണ്ട് മാർക്കറ്റിലാണെങ്കിലും. അപ്പം ഇതൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഈ സ്റ്റൈലും അങ്ങനെ നമുക്ക് ഇട്ടിട്ട് കണ്ടിട്ടില്ല. മൊത്തത്തിൽ മാർക്കറ്റിൽ അധികം ഇല്ലാത്ത സ്റ്റൈലായിരുന്നു. അപ്പോൾ ഇതൊന്ന് കൊടുത്ത് നോക്കാം. പിന്നെ വൈറ്റും ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. അപ്പം ഒരു ട്രയൽ പോലെ കൊടുത്തു നോക്കാം എന്നുള്ളത് അങ്ങനെ കൊടുത്തു. പിന്നെ ഇത് നമുക്കും സ്പെഷ്യൽ ആണ് ഈ ഷർട്ട്. നമ്മൾ ഇനിഷ്യലി ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയുന്നു. ഇപ്പോൾ സ്റ്റോറിലാണെങ്കിലും അതിന് നല്ല ഡിമാൻഡ്, ഫോറിനേഴ്സ് ആണെങ്കിലും അല്ലാണ്ട് ഇപ്പോൾ ഇന്ത്യൻസ് ആണെങ്കിലും ഈ ഷർട്ടിനൊരു സ്പെഷ്യൽ ലൈക്ക്നെസ് ഉണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ നമുക്ക് തോന്നി ഇതൊന്ന് കൊടുത്ത് നോക്കാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. ഇത് ഇടുമെന്നുള്ള ഒരു പ്രതീക്ഷ ലൈക്ക് മേ ബി ഇടുമായിരിക്കും. പിന്നെ സ്റ്റേജിൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഓക്കെ ചിലപ്പോൾ ഇടുമായിരിക്കും അല്ലേ എന്ന് നമുക്ക് തോന്നി. 2 ഷർട്ട് എക്സ്ട്രാ ചോദിച്ചിട്ടുണ്ട്. അയച്ചു കൊടുത്തോ? കൊടുക്കാൻ പോകുന്നുണ്ട്. മനസ്സിൽ വെച്ച് ഇതുപോലെ സിനിമ എന്തെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടാണോ? ഞങ്ങളുടെ കളക്ഷനിലുള്ളത് തന്നെ സെറ്റ് ചെയ്യാം. നിങ്ങൾ വളരെ യങ് ആണ്. നിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ഹാൻഡ്ലൂം സ്റ്റോർ 2 പേരും കൂടെ ചേർന്ന് തുടങ്ങി. അതിനുള്ള ധൈര്യം എവിടെ നിന്നാണ് വന്നത്, എസ്പെഷ്യലി ഹാൻഡ്ലൂമിലേക്ക് കടന്നു വരാനുള്ള? അത് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി തന്നെയാണ്. അതായത് നമ്മൾ കോളേജിൽ ഗ്രാജുവേഷൻ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്താണ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തത് ഒരു 6 months. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ ഇവരുടെ കൂടെ ആയിരുന്നു. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ച് അപ്പോൾ ഇനീഷ്യലി നമ്മൾ തോട്ട് ഒരിക്കലും നമ്മൾ ബിസിനസ് തുടങ്ങാനായിരുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക, അവർക്ക് സെയിൽ ഉണ്ടാക്കി കൊടുക്കുക, ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കുന്നു, നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് അത് അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ പിന്നീട് നമുക്ക് ആലോചിച്ചപ്പോൾ മനസ്സിലായി, വൺസ് നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകും. അവർക്ക് ഇതൊരിക്കലും ഇത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ആ സമയത്ത് മാത്രമേ ഉണ്ടാവൂ. അത് കഴിഞ്ഞാൽ എന്തായാലും ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല.
അപ്പോൾ അവരുടെ ഒരു ഗ്രോത്തിന് അതൊരിക്കലും എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ വൺസ് നമുക്ക് അവർക്ക് ഓർഡർ കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് അവരെ ആ ഒരു രീതിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഓക്കെ, നമ്മളൊരു ബ്രാൻഡ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ വാക്വം കണ്ടത് യങ്സ്റ്റേഴ്സിലാണ്. യങ്സ്റ്റേഴ്സ് ഇതിലേക്ക് വരുന്നില്ല. അതായത് ഡിസൈനർ വേറെ കുറച്ചും കൂടി നല്ല ട്രെൻഡി ആയിട്ടുള്ള ഒന്നും കൂടി ചെറുപ്പക്കാർ കൂടി ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഡ്രസ്സസ് ഇറക്കാണെങ്കിൽ എന്തായാലും ആൾക്കാർ വാങ്ങിക്കും. നമുക്കറിയാം ഇപ്പം നമ്മളാണെങ്കിലും എവിടെ പോകുമ്പോൾ ഡിസൈനെല്ലാം കംഫർട്ട് ഒരു ഫാക്ടർ ഉണ്ടെങ്കിലും ഡിസൈനും കൂടിയും നോക്കിയിട്ടാണല്ലോ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുക. അപ്പം അതിലൊരു വാക്യൂം കണ്ടപ്പോഴാണ് ഓക്കെ, നമുക്ക് ഈ ഒരു ഇത് ഫില്ല് ചെയ്യാൻ പറ്റിയാൽ ഒന്നും കൂടി യങ്ങർ ജനറേഷനിലേക്ക് ഇതിൽ എത്തിക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഡിസൈനർ സാധനങ്ങൾ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ചെയ്ത് നോക്കാൻ തുടങ്ങിയത്. ഓക്കെ, ഇപ്പോൾ മമ്മൂക്ക് ഷർട്ട് കൊടുത്തു, നിങ്ങൾക്ക് അത് എത്രത്തോളം നിങ്ങളുടെ ബ്രാൻഡിന് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ പറ്റും? ശരിക്കും ഞങ്ങളെ ബ്രാൻഡ് ഇപ്പം ഓൾമോസ്റ്റ് 7 വർഷമായി. അപ്പോൾ ശരിക്കും മലയാളികൾക്ക് ആർക്കും ഇങ്ങനൊരു ബ്രാൻഡ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്, നമുക്ക് കൂടുതലും കേരളത്തിൽ നിന്ന് പുറത്തുള്ള കസ്റ്റമേഴ്സ് ആയിരുന്നു കൂടുതലും ഉണ്ടായത്. അപ്പോൾ മമ്മൂക്ക അതിട്ടത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ മലയാളീസിനൊക്കെ ഇങ്ങനൊരു ബ്രാൻഡ് ഉണ്ട്, ഇങ്ങനെ കണ്ണൂരിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രാൻഡിനെ ഒന്നും കൂടി ആൾക്കാർക്ക് അറിയാൻ പറ്റിയെന്ന് മനസ്സിലായി. ഇപ്പം നമുക്ക് ചില കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്ന ഒരു ഇമോഷൻ്റെ പുറത്തിൽ വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ ഇന്നലെ ഒരു കസ്റ്റമർ പറയുന്നുണ്ട്, എൻ്റെ നാട്ടിലെ സാധനം വാങ്ങിക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡാ, എനിക്കത് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ്. അതായത് അവർക്കും അറിയില്ല നമ്മളെ നാട്ടിലൊരു സാധനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഒരു ബ്രാൻഡായിട്ടുണ്ടെന്ന് അവർക്കും റിയലൈസ് ഇത്രയും കാലം അറിയുന്നുണ്ടായിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു ഇത് സംഭവിച്ചപ്പോൾ അവർക്കും അറിഞ്ഞു. അപ്പോൾ അവർക്കും ആ ഒരു ഇമോഷണൽ കണക്റ്റ് വന്നു. അങ്ങനെ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ വന്നിട്ടുണ്ട്.